ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നാളെ നമ്മുടെ SLC എക്സാമിനേഷൻ്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യായിരിക്കും നിങ്ങളും നിങ്ങളുടെ പാരൻസും നാട്ടുകാരും എല്ലാവരും തന്നെ. ഈ ഒരു സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. മക്കൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ആദ്യത്തെ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്, മക്കൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന മൊമെൻറ്റുകളിൽ ഒന്നായിരിക്കും നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. ഒരുപാട് മക്കൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്, സർ SLC എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ പോലും ഞങ്ങൾക്ക് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു, അതിനേക്കാളും ടെൻഷൻ ആയിട്ടാണ് സർ നിങ്ങൾ ഈ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. സോ ഞങ്ങൾക്ക് എന്താവും എന്നറിയില്ല. അതിന് ഞാൻ അവരോട് ചോദിച്ചു, എന്താ മക്കളെ നിങ്ങളുടെ ടെൻഷൻ, എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്, നിങ്ങൾ എഴുതിയതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന വാക്ക് എന്താണെന്നറിയോ? അവിടെ നിന്നാണ് എനിക്ക് രക്ഷിതാക്കളോട് പറയേണ്ട കാര്യം എന്നാണ്. അവരെല്ലാം അവിടെ കൺസേൺ ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്, ഞങ്ങളുടെ രക്ഷിതാക്കൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സർ. അവർ ഞങ്ങളുടെ A+കൾ ഉറപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. അവരുടെ അഭിമാനമായിട്ടാണ് ഞങ്ങൾ അവരിപ്പോൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവരുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഞങ്ങൾക്ക് എങ്ങാനും മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും സർ എന്നതാണ് അവരുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ. സോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എനിക്ക് നിങ്ങളോട് ഇവിടെ സൂചിപ്പിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ മക്കൾ ഈ ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് എന്നത് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളുകൾ നമ്മൾ തന്നെയാണ്. അവർ രാവിലെ 4 മണിക്കും 5 മണിക്കും എണീറ്റിരുന്ന് വായിച്ചത് കണ്ട ആളുകൾ നമ്മൾ തന്നെയാണ്. രാത്രി 11 12 മണി വരെയും നിൽക്കുന്ന സമയത്ത് മോളെ നീ പോയി ഉറങ്ങിക്കോ, നാളെ പഠിച്ചാൽ മതി എന്ന് പറയുന്ന സമയത്തും ഇല്ല അമ്മേ എനിക്ക് ഇനിയും പഠിക്കണം, എക്സാം വരുന്നുണ്ട്, പേടിയാണ് എന്നുള്ള വാക്ക് കേട്ട ആളുകൾ നമ്മൾ തന്നെയാണ്. അവർ പലപ്പോഴും ഭക്ഷണം വരെ സ്കിപ്പ് ചെയ്ത സമയത്ത്, അവർ ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും തീറ്റിപ്പിച്ച സമയത്തും അവർ ആ ഒരു എക്സാമിനേഷൻ എത്രത്തോളം പേടിച്ചിട്ടായിരുന്നു കണ്ടത് എന്ന് അറിയുന്ന ആളുകൾ നമ്മൾ തന്നെയാണ്. എന്നിട്ടും എന്തിനാണ് അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒന്നുകൂടെ പ്രഷർ കൊടുക്കുന്നത്? സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ മുൻപൊരു പുസ്തകത്തിൽ വായിച്ചൊരു വാക്കുണ്ട്, ഒരു ഓട്ടിസം ബാധിച്ച കുഞ്ഞിൻ്റെ അമ്മയോട് കുഞ്ഞിനെത്ര വയസ്സായി എന്ന് ചോദിക്കാതിരിക്കലാണ് വിവേകം എന്ന് പറയുന്നത്. അതുപോലെയാണ് ഈ ഒരു എക്സാമിനേഷന്റെ പ്രഷർ അനുഭവിച്ച് നിൽക്കുന്ന, റിസൾട്ട് എന്താവും എന്ന് അറിയാതെ നിൽക്കുന്ന, ആ ഒരു റിസൾട്ട് തങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാതെ നിൽക്കുന്ന മക്കളുടെ മുന്നിലേക്കാണ് നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ചോദിക്കുന്നത്, നാളെ റിസൾട്ടാ ഫുൾ A+ കിട്ടൂലേ എന്നുള്ളത്. എന്തിനാ നിങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം? നിങ്ങൾ അങ്ങനെ ചോദിച്ചു എന്ന് കരുതിയിട്ട് അവർക്ക് ആ മക്കൾക്ക് ഒന്നും കൂടെ പ്രഷർ ഈ സമയത്ത് കൊടുത്തു എന്ന് കരുതിയിട്ട് 9 A+, 10 A+ ആവുന്നുള്ളത് നിങ്ങൾ ആരെയും പ്രതീക്ഷിക്കുന്നുണ്ടോ? പിന്നെ എന്താ നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം എന്ന് പറയുന്നത്? സോ ദയവ് ചെയ്തിട്ട് ആ ഒരു പരിപാടി നിർത്തും. അത് വേണ്ട. നമ്മുടെ മക്കളോട് പറയാം, എല്ലാ അച്ഛനും അമ്മയും പറയേണ്ട ഒരൊറ്റ വാക്ക് ഇത് മാത്രമാണ്, നാളത്തെ റിസൾട്ട് എന്തായിക്കോട്ടെ, 5 A+, 6 A+, 4 A+, 1 A+, 10 A+, എന്തോ ആയിക്കോട്ടെ, ഡോണ്ട് വറി, ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്, നീ ഒരു പേടിയും പേടിക്കണ്ട. ഇതിനുശേഷം ഇനിയും എക്സാമുകൾ വരാനുള്ളതാണ്, നമുക്ക് അവിടെയും അടിപൊളിയാക്കാം. അതുകൊണ്ട് നീ പേടിക്കണ്ട എന്ന കാര്യം ഇപ്പം തന്നെ നിങ്ങൾ മക്കളോട് പറഞ്ഞിരിക്കണം. അതാണ് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് മക്കളോടാണ്. മക്കളെ, നിങ്ങൾ എന്തിനാടാ പേടിക്കുന്നത്? നിങ്ങൾ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ എത്രയോ ദിവസത്തെ ഉറക്കത്തിൻ്റെ, എത്രയോ ഭക്ഷണങ്ങൾ സ്കിപ്പ് ചെയ്തതിൻ്റെ, എത്രയോ കഷ്ടപ്പെട്ടതിൻ്റെ, എത്രയോ ദിവസങ്ങൾ ടെൻഷൻ അടിച്ചതിൻ്റെ റിസൾട്ടാണ് നാളെ വരാൻ പോകുന്നത്. ആ ഒരു റിസൾട്ട് നിങ്ങൾ അമിതമായിട്ട് ടെൻഷൻ അടിച്ചു എന്ന് കരുതിയിട്ട് ഒരു മാറ്റവും വരാനില്ല. SLC എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ വലിയ ടേണിംഗ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ SLC വലിയ സംഭവമാണ് എന്നൊക്കെ മക്കൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ടേണിംഗ് പോയിന്റ് അല്ല എന്നൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ ഇതല്ല നിങ്ങളുടെ ലൈഫിലെ അവസാനത്തെ പബ്ലിക് എക്സാം. ഇത് നിങ്ങളുടെ ജീവിതത്തെ ആദ്യത്തെ പബ്ലിക് എക്സാം ആണ് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഫുൾ A+ കിട്ടി, സെലിബ്രേറ്റ് ചെയ്തോ. 9 A+ കിട്ടി, സെലിബ്രേറ്റ് ചെയ്തോ. 5 A+ കിട്ടി, സെലിബ്രേറ്റ് ചെയ്തോ. കാരണം നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അല്ലാതെ 10 A+ കിട്ടിയാൽ മാത്രമേ സെലിബ്രേറ്റ് ചെയ്യാവൂ, 10 A+ കിട്ടിയാൽ മാത്രമേ ഞാൻ എന്തോ സംഭവമാവൂ എന്ന് പറയുന്ന ചിന്ത വേണ്ട. നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ്. അതിനെ നിങ്ങൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തേക്കുക. അതിനു വേണ്ടിയിട്ട് ടെൻഷൻ അനുഭവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എങ്ങാനും ഇവിടെ മാർക്ക് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ +1ഉം +2ഉം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നല്ല സ്കോർ വാങ്ങിയിട്ട് സക്സസ് കാണിച്ചു കൊടുക്കാം. അതും കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ ഡിഗ്രി വരുന്നുണ്ട്, കോച്ചിങ്ങുകൾ വരുന്നുണ്ട്, അവിടെയൊക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്.
ഇതിനെല്ലാം അപ്പുറമായിട്ട് ഒരു 10 വർഷത്തിന് ശേഷം നിങ്ങളുടെ ഒരു കരിയർ ഉണ്ട്, നിങ്ങൾ ഏത് ജോബിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് കാണിക്കാം നിങ്ങളുടെ പ്രൗഡ് മൊമെന്റ്. സോ അതുകൊണ്ട് ഇവിടെ മാർക്കെങ്ങാനും കുറഞ്ഞു എന്ന് കരുതിയിട്ട് അവിടെ നിങ്ങളുടെ ലൈഫിനെ ഫുൾ സ്റ്റോപ്പ് ഇടല്ല, ഒരു കോമയാക്കി മാറ്റിയിട്ട് നന്നായിട്ട് ജീവിക്കുക, അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് ജീവിക്കുക. നിങ്ങൾക്കിനിയും നിങ്ങളുടെ ജീവിതത്തിലെ വിജയങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങളുടെ രക്ഷിതാക്കളെയും നിങ്ങളുടെ വീട്ടുകാരെയും നിങ്ങളുടെ കുടുംബക്കാരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്ന് പറയുന്ന കാര്യമാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതുപോലെ മക്കളോട് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ A+ കിട്ടിയ മക്കളുണ്ടായിരിക്കാം. നിങ്ങൾ അടിപൊളിയായിട്ട് എന്ത് വന്നാലും സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. ബിക്കോസ് കേക്കുകൾ മുറിക്കണം, മൊമെൻറ്റോകൾ വാങ്ങണം. പ്രോഗ്രാമുകൾക്ക് മൊമെൻറ്റോകൾ വാങ്ങാൻ പോകുന്ന സമയത്ത് കഴിയുമെങ്കിൽ രക്ഷിതാവിനെ കൂട്ടിയിട്ട് പോകണം. എന്നിട്ട് രക്ഷിതാവിനെയും കൂടെ കൂട്ടി സ്റ്റേജിലേക്ക് കയറ്റിയിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ രക്ഷിതാവിൻ്റെ കയ്യിലേക്ക് ആ മൊമെൻറ്റോ കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങളും സെറ്റ് ചെയ്യാൻ നോക്കണം. എന്തിനാണെന്നറിയോ? നമ്മൾ കാരണം നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ മൊമെൻറ്റോ വാങ്ങുന്നത് നമ്മൾ സൈഡിൽ നിന്നിട്ട് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രസ്റ്റീജിയസ് മൊമെൻ്റ് ഉണ്ട്. യു ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ദാറ്റ്. സോ മക്കളെ പേടിക്കണ്ടടാ, എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുണ്ട്, രക്ഷിതാക്കളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. ഫുൾ സപ്പോർട്ടോട് കൂടെ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ജീവിച്ചു തുടങ്ങാം. നല്ല സക്സസ് ആയിട്ടുള്ള കരിയറിലേക്ക് നമുക്ക് ഇനി അങ്ങോട്ട് ഫോക്കസ് ചെയ്യാം. സോ നാളത്തെ റിസൾട്ടിന് വേണ്ടി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.